എന്നിട്ട് ബസ് വന്നാൽ ലഗേജൊക്കെ കയറ്റിത്തരാൻ നമുക്ക് ആളുകൾ ഉണ്ടാകും. ലഗേജൊക്കെ കയറ്റി നമ്മൾ ബസ്സിൽ കയറി നേരെ നമ്മൾ മീഖാത്തിലേക്ക് വരുന്നു. മീഖാത്ത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉംറകൾക്കും ഹജ്ജിനും ഇഹ്റാം ചെയ്ത സുപ്രസിദ്ധമായ മീഖാത്താണ് ദുൽ ഹുലൈഫ. അവിടെ വെച്ചാണ് നമ്മളും ഇഹ്റാം ചെയ്യുന്നത്. അതൊരു സൗഭാഗ്യം തന്നെയാണ്. മുത്തറസൂൽ ജീവിതത്തിൽ ആകെ ചെയ്ത ഒരു ഹജ്ജാണ് ഹജ്ജത്തുൽ വദാഅ്. ആ ഹജ്ജിന് വേണ്ടി റസൂലുള്ളാഹി തങ്ങൾ ഇഹ്റാം ചെയ്ത ആ സ്ഥലത്ത് നമുക്കും ഹജ്ജിൽ പ്രവേശിക്കാൻ കഴിയുന്നു എന്നുള്ളത് ഒരു ഇരട്ട സന്തോഷത്തിന് വക തന്നെയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. നമ്മളെല്ലാവരും മീഖാത്തിലെത്തി. സഹോദരങ്ങളെ, ഇപ്പം നമ്മളെല്ലാവരും ദുൽ ഹുലൈഫ മീഖാത്തിലാണ് ഉള്ളത്. ഇനി അവിടുന്ന് നമുക്ക് വുളൂ ചെയ്യാം. എന്നിട്ട് ഇഹ്റാമിന്റെ 2 റക്അത്ത് നിസ്കാരം നിർവഹിക്കാം. നമുക്ക് പുരുഷന്മാർക്ക് നിസ്കരിക്കാനുള്ള സൗകര്യം അവിടെ പോയിട്ട് പുരുഷന്മാർ നിസ്കരിക്കുക. സ്ത്രീകൾക്ക് നിസ്കരിക്കാനുള്ള സൗകര്യമുള്ള മുസല്ലൻ നിസ്സയുണ്ട്. അവിടെ പോയി സ്ത്രീകളും മുസല്ലി സുന്നത്തുൽ ഇഹ്റാമി റക്അത്തൈനി ലില്ലാഹി തആല, ഇഹ്റാമിന് വേണ്ടിയുള്ള 2 റക്അത്തിനെ ഞാൻ നിസ്കരിക്കുന്നു എന്ന നിയ്യത്തോടു കൂടി 2 റക്അത്ത് നിസ്കരിക്കുക. 1 റക്അത്തിൽ വജ്ഹത്ത് ഓതി, ഫാത്തിഹ ഓതി, ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് ഓതി 1 റക്അത്ത് പൂർത്തിയാക്കുന്നു. 2ാം റക്അത്തിൽ സൂറത്തുൽ ഫാത്തിഹയും സൂറത്തുൽ ഇഖ്ലാസും ഓതി സാധാ നിസ്കാരം പോലെ 2 റക്അത്ത് അത്തഹിയ്യാത്ത് കഴിഞ്ഞ് സലാം വീട്ടി ഇഹ്റാമിന്റെ 2 റക്അത്ത് നമ്മൾ പൂർത്തിയാക്കുന്നു. അൽഹംദുലില്ലാഹ്. പിന്നീട് നമുക്ക് ഇഹ്റാം ചെയ്യാം, നിയ്യത്ത് വെക്കാം, ഹജ്ജിൽ പ്രവേശിക്കാം. ശ്രദ്ധിക്കുക, ഹജ്ജിന്റെ പ്രധാന നിർബന്ധമായ ഒഴിവായി പോകാൻ പാടില്ലാത്ത നിർബന്ധ ഘടകങ്ങൾ അർക്കാൻ 5 ഈ അർക്കാനിൽ നിന്ന് ഒന്നും നഷ്ടപ്പെടാവതല്ല. നഷ്ടപ്പെട്ടാൽ ഹജ്ജ് ബാത്തിലാകും. ഹജ്ജ് പിന്നീട് ഖളാ വീട്ടേണ്ടതായി വരും. ഒരിക്കലും ഒന്നും നഷ്ടപ്പെടാതെ പൂർത്തിയാക്കാൻ അള്ളാഹു ഈ ശബ്ദം ശ്രമിക്കുന്നവർക്ക് തൗഫീഖ് നൽകട്ടെ. എന്തെല്ലാമാണ് അർക്കാനുൽ ഹജ്ജ്? 1, ഇഹ്റാം ചെയ്യുക. ഇപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹജ്ജിന്റെ അതിപ്രധാനമായ പ്രവേശന കവാടമാണ്. ഈ പ്രവേശന കവാടം വൃത്തിയിൽ നമ്മൾ തുറന്നാലാണ് മറ്റു കർമ്മങ്ങളെല്ലാം നമുക്ക് സ്വായത്തമാക്കാൻ കഴിയുക എന്നറിയണം. അതുകൊണ്ട് നിയ്യത്ത് വെക്കുമ്പോൾ മനസ്സിൽ ഉറപ്പിച്ച്, മനസ്സിൽ രൂഢമൂലമാക്കി വേണം നമ്മൾ നിയ്യത്ത് വെക്കാൻ. നമുക്കൊന്ന് നിയ്യത്ത് വെക്കാം. ഹജ്ജിന്റെ നിയ്യത്താണ്. 1, നിയ്യത്ത് വെക്കുക, ഇഹ്റാം ചെയ്യുക. 2, അറഫയിൽ നിൽക്കുക. 3, ഹജ്ജിന്റെ തവാഫ് ചെയ്യുക. 4, ഹജ്ജിന്റെ സഅയ് ചെയ്യുക. 5, മുടിയെടുക്കുക. ഈ 5 അർക്കാനാണ്, നെടുന്തൂണുകളാണ്. ഒന്നും ഒഴിവാകാൻ പാടില്ലാത്തവയാണ്. ഒഴിവാകില്ല. പ്രത്യേകിച്ച് പ്രൈവറ്റ് ഗ്രൂപ്പുകളിലാകുമ്പോൾ, നമ്മുടെ ഗ്രൂപ്പിൽ ഇപ്പോൾ ബക്കയിലാകുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെയൊക്കെ ശ്രദ്ധ എല്ലാ വിഷയത്തിലും എല്ലായ്പ്പോഴും എല്ലാവരോടൊപ്പവും ഉണ്ടാകും. അതേപോലെ ഏത് പ്രൈവറ്റ് ഗ്രൂപ്പിലാണെങ്കിലും ഉണ്ടാകും. ഇനി ഗവൺമെന്റ് രാജ്യന്മാരാണെങ്കിൽ നിങ്ങളെ കൂട്ടത്തിലുള്ള കുറച്ചൊക്കെ പറ്റുന്ന ഒരാൾ നിങ്ങൾക്കും ഉണ്ടാവുമല്ലോ, മുന്നിൽ നിൽക്കാനും പറഞ്ഞു തരാനും. അവർ പറയുന്നതൊക്കെ സത്വരം ശ്രദ്ധിച്ച് കർമ്മങ്ങളെ കുറ്റമറ്റതാക്കാൻ ശ്രമിക്കണം. മർമ്മം അറിഞ്ഞ് കർമ്മങ്ങൾ ചെയ്യാൻ പ്രാപ്തി നേടണം. അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഞാൻ നിയ്യത്തിന്റെ രൂപം ഒന്ന് പറയാം. ഇതാണ് ഹജ്ജിൽ പ്രവേശിക്കാനുള്ള ആദ്യ പടി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നവൈതുൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല. നവൈതുൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല. അല്ലാഹു തആലാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുവാൻ ഞാൻ കരുതി, ആ ഹജ്ജിന് വേണ്ടി അല്ലെങ്കിൽ ആ ഹജ്ജ് കൊണ്ട് ഞാൻ ഇഹ്റാം ചെയ്തു. ഇതാണ് സഹോദരങ്ങളെ 1ാമത്തെ ഹജ്ജിന്റെ കർമ്മം. ഹജ്ജിന്റെ നമ്മൾ ചെയ്യേണ്ട 1ാമത്തെ സംഗതി ഇതാണ്, ഈ ഇഹ്റാം ചെയ്യല്, നിയ്യത്ത് വെക്കല്. ഇത് നാവുകൊണ്ട് പറയലോടൊപ്പം ഹൃദയത്തിൽ സൂക്ഷിക്കലും ഹൃദയത്തിൽ ഈ നിയ്യത്തിനെ കൊണ്ടുവരലുമാണ് പ്രാധാന്യം, നിർബന്ധം എന്ന് നമ്മൾ അറിയുക. ആ നിലക്ക് നമുക്ക് ഇഹ്റാം ചെയ്യാം, ഇഹ്റാം പൂർത്തിയാക്കാം. നവൈതുൽ ഹജ്ജ വ അഹ്റംതു ബിഹി ലില്ലാഹി തആല എന്ന അറബിയിലും അല്ലാഹു തആലാക്ക് വേണ്ടി ഹജ്ജ് ചെയ്യുവാൻ ഞാൻ കരുതി, ആ ഹജ്ജിന് വേണ്ടി ഞാൻ ഇഹ്റാം ചെയ്തു എന്ന് നമ്മുടെ രീതിയിലും പറഞ്ഞ് മനസ്സിലേക്ക് ഉറപ്പിച്ച് നമുക്ക് ഹജ്ജിൽ പ്രവേശിക്കാം. തുടക്കമായി ഇനി നമുക്ക് തൽബിയത്തായാലോ? ഹജ്ജിന് ഇഹ്റാം ചെയ്ത് കഴിഞ്ഞാൽ പ്രവാചക പ്രഭു പഠിപ്പിച്ചതും ചൊല്ലിത്തന്നതും ചൊല്ലിയതും എല്ലാം ലബ്ബൈക് അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ ലബ്ബൈക്. ഫസ്റ്റത്തെ ഒരു വട്ടം തൽബിയത്ത് വിളിക്കുമ്പോൾ ഏതിനാണോ നമ്മൾ ഇഹ്റാം ചെയ്തത് അതിനെ ചേർത്തി പറയൽ സുന്നത്താണ്, നല്ലതാണ്. അപ്പൊ ലബ്ബൈക് അല്ലാഹുമ്മ ബിഹജ്ജത്തിൻ എന്ന് ഫസ്റ്റത്തെ ഒരു വട്ടം. പിന്നെ എല്ലാം ലബ്ബൈക് അല്ലാഹുമ്മ ലബ്ബൈക് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക് ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക്ക് ലാ ശരീക ലക. ഇങ്ങനെ 3 വട്ടം തൽബിയത്തിനെ ചൊല്ലുക.
പിന്നീട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ മുതൽ ഇന്നക ഹമീദും മജീദ് വരെയുള്ള ഇബ്രാഹിമിയ സ്വലാത്തിനെ കൊണ്ടുവരിക. പിന്നീട് അല്ലാഹുമ്മ ഇന്നി അസ്അലുക റിളാക വൽ ജന്ന വ അഊദു ബിക മിൻ സഖതിക വന്നാർ എന്ന് ചൊല്ലുക. പിന്നെ നമുക്ക് ഇഷ്ടമുള്ളത് ദുആ ചെയ്യുക. വീണ്ടും ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക തൽബിയത്തിലേക്ക് നമ്മൾ മടങ്ങുക. അങ്ങനെ ഫസ്റ്റ് നമ്മൾ തഹല്ലുലാകുന്നത് വരെ, അറഫയിൽ നിന്ന് മടങ്ങി ജംറത്തുൽ അഖബ എറിയുന്നത് വരെ ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക എന്ന് ചൊല്ലിക്കൊണ്ടിരിക്കാനുള്ള സമയമാണ് പ്രിയപ്പെട്ട ഹാജിമാരെ. ആ സമയത്ത് നമ്മൾ മദീനയിൽ നിന്ന് മക്കത്തേക്ക് ബസ്സിൽ വരുമ്പോഴും, ഇനി നമ്മൾ അസീസിയയിലാണെങ്കിലും മിനായിലേക്ക് പോകുന്ന നേരത്തും മിനായിലും അറഫയിലേക്ക് പോകുമ്പോഴും ഒക്കെ നമുക്ക് ചൊല്ലാനുള്ള മുദ്രാവാക്യം ഇത് തന്നെയാ. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക ഇന്നൽ ഹംദ വന്നിഅമത ലക വൽ മുൽക ലാ ശരീക ലക എന്നത്. അങ്ങനെ നമ്മളെല്ലാവരും ബസ്സിൽ കയറി തൽബിയത്ത് മുഴക്കി 3 വട്ടം തൽബിയത്താകുമ്പോൾ 1 വട്ടം മുത്തറബിയുടെ മേലിൽ ഇബ്രാഹിമിയ സ്വലാത്ത് ചൊല്ലി, പിന്നീട് നമുക്ക് സ്വർഗം ചോദിച്ച് നരകത്തെ തൊട്ട് കാവലിനെ തേടി ദുആ ചെയ്ത് അങ്ങനെ ചൈതന്യധന്യമായ ഒരു യാത്രയായിരിക്കും. മദീനയിൽ നിന്ന് ഏകദേശം ഒരു 6-7 മണിക്കൂർ നേരം കൊണ്ട് നമുക്കിനി താമസിക്കാനുള്ള ഹോട്ടലിലേക്ക് നമ്മൾ എത്തിച്ചേരും. ഒരു പക്ഷേ അസീസി ആയിരിക്കും, അതുപോലത്തെ ഏതെങ്കിലും സ്ഥലത്തായിരിക്കും.